പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ അൾത്താരയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ഈശോയെ, ഈ ആരാധന സമയം അത്ഭുതകരമായൊരു ദൈവീക ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ. ആഗ്രഹിക്കണം. കൈകൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടാം. ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഒരു പുതിയ അഭിഷേകമായി പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ആഗ്രഹിക്കണം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന. അലറുന്ന സാമ്രാണി ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമീ ആരാധന. ആരാധന കരങ്ങൾ വീശി ആരാധന ആരാധന ചേർന്ന് പാടിക്കേ. ഓ പരിശുദ്ധാത്മാവേ, ഓ ദൈവശക്തിയെ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സമ്മാനമായി നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വേറെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം, പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം. ഇതൊരു അഭിഷേക ശുശ്രൂഷയാണ്. കൈകൾ കൂപ്പിക്കേ, കണ്ണുകളടച്ചേ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളെ പ്രത്യേകം ഓർക്കുക. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുവാൻ നമുക്കുള്ള തടസ്സങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. ആ മേഖലകളെ പ്രത്യേകം ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ ആരാധന സമയത്ത് ആ മേഖലകളിൽ വലിയ ഒരു വിടുതൽ സംഭവിക്കണം. ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും കിട്ടും. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങളുടെ ഭാരമെങ്കിൽ ആ വ്യക്തിയെ, ആ സാഹചര്യത്തെ, ആ സംഭവത്തെ, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും ഈ അൾത്താരയിലേക്ക് കൊടുക്കുക.
ഒരുപക്ഷെ നമ്മുടെ തലയ്ക്കകത്ത് നമുക്ക് ഉത്തരമില്ല, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇസ്രായേൽ ജനം കടലിൻ്റെ മറുകരയിൽ നിൽക്കുകയാണ്. എങ്ങനെ അക്കരെ കടക്കണമെന്ന് അറിഞ്ഞുകൂടാ. അവർ വിഷമിക്കുന്നു. മുമ്പിലോട്ട് നോക്കുമ്പോൾ തിരമാലകൾ ആടി തകർത്തു വരുന്നു. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. എന്നാൽ മോശ കണ്ടത് തിരമാലകളെയല്ല, മറിച്ച് വിശ്വാസത്താൽ മോശ കണ്ടത് തൊട്ടു മുമ്പിൽ ഒരു വഴി തുറക്കപ്പെടുന്നതാണ്. നീയും അതുപോലെ പ്രാർത്ഥിക്കണം. തടസ്സങ്ങളെക്കുറിച്ചല്ല, മറിച്ച് നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുമെന്നുള്ള അത്ഭുതകരമായ സത്യം നീ തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുന്നൊരു അഭിഷേകം നിനക്ക് വേണ്ടി ഉണ്ടാകും. ഈ ശുശ്രൂഷ സമയത്ത് നമ്മളത് ഏറ്റെടുക്കുക. കർത്താവെ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും അത് തടസ്സമല്ല, മറിച്ച് കർത്താവെ അങ്ങ് പ്രവർത്തിക്കുന്നതിനുള്ള ചില വഴികളാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ വിശ്വസിച്ചോണം. നിങ്ങളുടെ വീട്ടിലെ ചില കുറവുകൾ അത് കുറവുകളല്ല, മറിച്ച് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നതിൻ്റെ ചില അടയാളങ്ങൾ മാത്രമാണ്. ചില അടയാളങ്ങൾ മാത്രമാണ്. നീ വിഷമിക്കരുത്, ഭാരപ്പെടരുത്. ഇതാ കർത്താവ് നിന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നു. നിനക്കൊരു ജോലി മേഖലയിൽ ഒരു തടസ്സമുണ്ടോ, ഒരു തകർച്ചയുണ്ടോ, നീ ആ തടസ്സത്തെ ഓർത്ത് വിഷമിക്കേണ്ട, മറിച്ച് നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ആ തടസ്സം. അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. ഏതെങ്കിലും രോഗപീഠകളാൽ വിഷമിക്കുന്നവരുണ്ടോ, ഈ സമയത്ത് വിശ്വസിക്കണം, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ. സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഏത് മേഖലയാണെങ്കിലും ആ മേഖലകൾ സമർപ്പിക്കണം. കർത്താവേ, ഈ അൾത്താരയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയത് കൊണ്ടാണ് ആ വീടിനെ ചരിത്രം എന്നും ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കുറവുണ്ടായത് കൊണ്ടാണ് അവിടെ ഒരത്ഭുതം സംഭവിച്ചത്. എങ്കിൽ നീ ഓർത്തോ, നിനക്കൊരു കുറവുണ്ടോ, നിനക്കൊരു തടസ്സമുണ്ടോ, നിനക്കൊരു സങ്കടമുണ്ടോ, ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോവാണ്. ആ തടസ്സം ഒരു തടസ്സമായിട്ട് കണക്കാക്കരുത്, മറിച്ച് അതിനപ്പുറത്ത് ദൈവം പ്രവർത്തിക്കും. ധൂർത്തപുത്രൻ മാനസാന്തരപ്പെട്ടത് ആ ദേശത്തൊരു കഠിന ക്ഷാമമുണ്ടായതുകൊണ്ടാണ്, അവിടെ പട്ടിണി വന്നതുകൊണ്ടാണ്. ഒരു ക്ഷാമം, ഒരു പട്ടിണി ഉണ്ടായത് നന്നായി. ആ ധൂർത്തപുത്രൻ്റെ ജീവിതം അടിമുടി മാറ്റിമറിക്കപ്പെട്ടു. എന്നതുപോലെ തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, എന്നാലും എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായല്ലോ, എന്നാലും എൻ്റെ മകൻ ഇങ്ങനെ ഉണ്ടായല്ലോ, എന്നാലും എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ അപ്പന്, എൻ്റെ അമ്മയ്ക്ക്, എനിക്കിങ്ങനെ ഉണ്ടായല്ലോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായല്ലോ. എന്നാൽ നീ വിശ്വസിക്കൂ, ഇന്നത്തെ ഈ കുറവ് ഒരു കുറവല്ല, മറിച്ച് ദൈവം പ്രവർത്തിക്കുന്നതിലൊരു വഴിയാണ്. വിശ്വസിക്കണം. നീ അത് നിന്റെ തലയ്ക്കകത്തേക്ക് ഇടിച്ചു കയറ്റണം. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് നീ നിന്നോട് തന്നെ പറയണം, ഇന്നത്തെ എൻ്റെ കുറവുകൾ ഒരു കുറവല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനൊരു വഴിയാണ്. നീ നിന്നോട് തന്നെ പറയുക, ഇന്നത്തെ എൻ്റെ തടസ്സം ഒരു തടസ്സമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിനൊരു വഴിയാണ്. ഇന്നത്തെ എൻ്റെ സങ്കടം ഒരു സങ്കടമല്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനൊരു വഴിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനം, രൂപരഹിതമായവയ്ക്ക് മുകളിൽ, ശൂന്യമായവയ്ക്ക് മുകളിൽ, അന്ധകാരമായവയ്ക്ക് മുകളിൽ പറന്നിറങ്ങിയ റൂഹ, ദൈവത്തിന്റെ ശക്തി, ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം നിന്റെ മേലും പറന്നിറങ്ങുന്ന സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കൂ, നീ അത് വിശ്വസിക്കൂ. നിനക്കുണ്ടായ എന്തെങ്കിലും പരാജയങ്ങൾ ചിലർ പ്രാർത്ഥിക്കുന്നവർ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ പറ്റിപ്പോയല്ലോ. നീ അതിനെ ഓർത്ത് വിഷമിക്കണ്ട. നിനക്കുണ്ടായ പരാജയം, നിനക്കുണ്ടായ തെറ്റായ തീരുമാനങ്ങൾ, നിനക്കുണ്ടായ പാപ വഴികൾ, അവയെപ്പോലും ദൈവം ഇതാ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് മാറ്റിമറിക്കുകയാണ്. നിന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. നീ അത് വിശ്വസിക്കണം. നിന്റെ വീട്ടിലെ എല്ലാ അനുഭവങ്ങളെയും പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നതിലൊരു വഴിയാണ്. നിന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചുപോയി, അതിനെ ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വസിച്ചോ, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. സ്വർഗത്തിന്റെ ശക്തി നിന്നിലൂടെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. നീ എവിടെയെങ്കിലും അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിൽക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, നീ ചില സ്ഥലത്ത് അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാണം കെട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, നിന്നെ കറിവേപ്പില പോലെ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് കിട്ടേണ്ട സ്ഥാനം നിനക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നിന്റെ സ്വപ്നങ്ങള് ചിന്നിച്ചിതറിപ്പോയെങ്കിൽ, നീ വിശ്വസിച്ചോ, പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ പോകുന്നതിൻ്റെ ഒരു അടയാളമാണ്. അതൊരു തകർച്ചയല്ല, ആ തകർച്ച ദൈവം ഇടപെടുന്നതിനുള്ളൊരു വഴിയാണ്. ഈ സമയം വിശ്വസിക്കുക.
നിന്റെ ശിരസിലേക്ക് അത് സ്വീകരിച്ചോ. എൻ്റെ ബുദ്ധിയിലേക്ക് കർത്താവെ ഞാനത് സ്വീകരിക്കുന്നു. എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ പറയണം. എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും, എനിക്കുണ്ടായ രോഗം, എനിക്കുണ്ടായ സങ്കടം, കർത്താവേ അങ്ങയുടെ ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. നിനക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും അങ്ങനെ തന്നെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കുകയും ഇനി ഒന്നും ചിന്തിക്കണ്ട. ഇനി നീ ആ കുറവിന്റെ നിറവിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ പോവാണ്. നിന്റെ സങ്കടത്തിന്റെ മുകളിൽ പരിശുദ്ധാത്മാവിനെ കാറ്റടിക്കാൻ പോവാണ്. ജീവിതത്തിൽ തകർന്നിരിഞ്ഞ ശിഷ്യന്മാരുടെ മേൽ കാറ്റടിച്ചതാണ് പന്തക്കുസ്ത. ഈ ശുശ്രൂഷ സമയത്ത് ഒരു പുതിയ പന്തക്കുസ്ത നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. നിനക്ക് വേണ്ടി റൂഹാ എലോഹിം, സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങും. നീ എന്ത് ചെയ്യണമെന്നറിയോ? അതിനുവേണ്ടി ആഗ്രഹിക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എത്രത്തോളം ആഗ്രഹിക്കാമോ അത്രത്തോളം ആഗ്രഹം. പരിശുദ്ധാത്മാവേ വിളിക്കണം, 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 വിളിക്കണം. പോരാ 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 പോരാ. ആത്മാവേ വിളിക്കണം. പരിശുദ്ധാത്മാവേ വിളിക്കണം. പരിശുദ്ധാത്മാവേ പോരാ. ശക്തിയോടെ. ആമേൻ. കൈയടിച്ചേ. യെസ്, പോരാ. നല്ല കൈയടി, ശക്തിയോട് കൂടെ. താളത്തിലൊക്കെ ഒന്ന് കൈയടിച്ചേ. യെസ്, ഒന്ന് നൃത്തം ചവിട്ടി കൈയടിച്ചേ. പോരതേ പോരതേ പോരതേ. ആ കാലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ചവിട്ടിക്കേ. യെസ്, ദ മൈറ്റി പവർ, ദ മൈറ്റി അനോയിന്റിംഗ് സംഭവിക്കട്ടെ എല്ലാവരുടെ മേലും. പോരാ പോരാ പോരാ. ശരീരത്തിലേക്ക് അഭിഷേകം, നിന്റെ നിരാശയിലേക്ക് അഭിഷേകം, നിന്റെ ദുഃഖത്തിലേക്ക് അഭിഷേകം, ഓർത്തോർത്തുള്ള ദുഃഖത്തിലേക്ക് അഭിഷേകം. ദ മൈറ്റി അനോയിന്റിംഗ്. കൈയടിച്ച് വിശ്വസിച്ച് നൃത്തം ചെയ്തു. പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി വളരുന്നു. ദൈവത്തിന്റെ ശക്തി. ആമേൻ. ആമേൻ ആമേൻ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി വളരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. സംഭവിക്കട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അത് സംഭവിക്കട്ടെ. ആമേൻ. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ വളർന്ന കൈകൾ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. ആമേൻ. വരണ്ടു വറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു പുളിത്തന്നലായി എന്നകത്താരിതിൽ പുതുജീവൻ തരും ദൈവസാന്നിധ്യം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നീ കാറ്റായി വാ, റൂഹായേ നീമാവായി വാ. ആമേൻ ആമേൻ. റൂഹായേ വെൺപ്രാവായി വാ. ഓ പരിശുദ്ധാത്മാവേ, നീ മിറവായി വാ. ഓ പരിശുദ്ധാത്മാവേ. റുഹായേ റുഹായേ റുഹായേ. രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. പോരാ 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 പോരാ. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് മൈറ്റി പവർ സംഭവിക്കട്ടെ. ഓ ദൈവിക ശക്തിയെ ഈ ദൈവജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേക നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെ മേലും നിറയപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ.
ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയെ ആരാധന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് പേരായി ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞ് നിന്നേ. ആ വ്യക്തിയുടെ ശിരസിൽ ഒന്ന് കരങ്ങൾ വെച്ചൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ ആത്മാവാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം പേർക്ക് കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് ക്ഷമിക്കാനുള്ള വരം നൽകുന്നുണ്ട് കേട്ടോ. ക്ഷമിക്കാനുള്ള വരം അത് ലഭിക്കുന്നവരത് സ്വീകരിക്കുക. മകളോട് ക്ഷമിക്കാൻ കർത്താവ് ഒരു അമ്മയ്ക്ക് അനുഗ്രഹം നൽകുന്നു. മകളെ മനസ്സിലാക്കാൻ കർത്താവ് അമ്മയ്ക്ക് കൃപ നൽകുന്നു. വിശ്വസിച്ചത് സ്വീകരിക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങൾ വലതുകരം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ശക്തമായ കൃപ ആ വ്യക്തിയിലേക്ക് ഒഴുകട്ടെ. നിനക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ തരുന്നുണ്ടോ അതുപോലെ പ്രാർത്ഥിക്കട്ടെ, അതുപോലെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദനയുള്ള ഒരു സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ സ്നേഹമാണ് നിന്നിലേക്ക് ഒഴുകുന്നത്. നന്ദി പറഞ്ഞ് ബ്ലിസ് എന്ന പേരുള്ള മറ്റൊരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിദേശത്തുള്ള മകനെ ഓർത്ത് വിഷമിക്കുന്ന അമ്മയുടെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോ. കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഈശോയുടെ കരുണയാണ് ഒഴുകുന്നത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഈശോയുടെ കരുണയാണ് ഒഴുകുന്നത്. ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കുടുംബം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുന്നു. കർത്താവ് ഒരു വഴി തുറക്കുന്നു. കർത്താവ് ഒരു വഴി തുറക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. മനുഷ്യബുദ്ധിക്ക് അസാധ്യമായ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ അത് വിശ്വസിച്ചത് ഏറ്റെടുക്കുക. നിനക്ക് വേണ്ടി കർത്താവ് തുറക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് തുറക്കുന്നു. ഒരു വഴി ദൈവം തുറക്കുന്നു. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബമേ, കർത്താവ് ഒരു വഴി തുറന്ന് അനുഗ്രഹിക്കുന്നു. സാമ്പത്തിക മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. തലമുടി കൊഴിയുന്ന അലർജി രോഗമുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഈശോയുടെ അനന്ത കാരുണ്യം ഒഴുകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ സ്നേഹമാണ് ഒഴുകുന്നത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ദൈവവിളി, സെമിനാരിയിൽ പോകാൻ ഒരു മകനെ കർത്താവ് ബലപ്പെടുത്തുന്നു. വിശ്വസിക്കുന്ന ആ മകനെ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്നിലൂടെ അത് സംഭവിക്കും. കർത്താവിൻ്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒന്ന് സ്തുതിച്ചേ, ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയെയും വിശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. തടസ്സങ്ങൾ മാറ്റി അനുഗ്രഹിക്കുന്നു. ആരാധന 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 ആരാധന. നെറ്റിയിൽ കുരിശടയാളം വരച്ച ആ വ്യക്തിയെ അനുഗ്രഹിക്കുക. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന, പ്രത്യേകിച്ച് ഏതെങ്കിലും അഡ്മിഷനോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ മാത്രം വലതുകരം ഉയർത്തിപ്പിടിച്ചോളൂ. ഏതെങ്കിലും അഡ്മിഷനോട് ബന്ധപ്പെട്ട് മാത്രം ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും അഡ്മിഷനോട് ബന്ധപ്പെട്ട് മാത്രം, പ്രത്യേകിച്ച് ഈ പഠന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് പുതിയ പുതിയ വിദ്യാഭ്യാസ മേഖലകളിൽ, പഠന മേഖലകളിൽ നമ്മുടെ മക്കളൊക്കെ ചേരേണ്ട സമയങ്ങളാണ്. അതിനുവേണ്ടി വല്ലാത്ത കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ ഉണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രകാരം പ്രാർത്ഥിക്കുന്നവർ ഈ നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ പോട്ട ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗത്തിൽ അഡ്മിഷനോട് ബന്ധപ്പെട്ട് കർത്താവേ ഒരു വഴി തുറക്കണമേ. ചില കുടുംബങ്ങളിൽ ഒരു വല്ലാത്ത സങ്കടം. ആര് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും? ആര് ഞങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യും? ഡൊണേഷൻ കൊടുക്കാൻ പൈസ ഇല്ല. ഇന്ന സ്ഥലത്ത് പഠിക്കാൻ ഞങ്ങൾ എങ്ങനെ ചെയ്യും? വിഷമിക്കേണ്ട. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവം പ്രവർത്തിക്കട്ടെ. വിശ്വസിക്കുന്ന എല്ലാവരും ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ ആമേൻ ആമേൻ. ഈ സമയം നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം. നമുക്കറിയാം, പോട്ടാശ്രമത്തിലെ വെള്ളിയാഴ്ച ശുശ്രൂഷയുടെ പ്രത്യേകതയാണ് ദീപികാരുണ്യ പ്രദക്ഷിണം. നമുക്ക് ഈ വഴിയിലേക്ക് തിരിഞ്ഞു നിൽക്കാം. അവിടെ ഇവിടെ നിൽക്കുന്ന ജനം തിരിഞ്ഞു നിന്നു. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈ ആരാധനയുടെ ആശീർവാദം നിന്റെ മുമ്പിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ, കർത്താവേ, എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ അപ്പന് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, എൻ്റെ ഇടവകക്കാർക്ക് വേണ്ടി കർത്താവെ ഞാൻ ഏറ്റെടുക്കുന്നു. ആ വിശ്വാസത്തോടെ കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കണം. കർത്താവെ, ഈ അൾത്താരിൽ നിന്നുള്ള ആശീർവാദം
എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ദേശത്തിൻ്റെ മേലും കർത്താവെ ഞാൻ സ്വീകരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. യേശുവേ സ്തുതി 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ